നല്ല ജ്യൂസിയാണേ. സ്മോക്ഡ് ഫ്ലേവർ നല്ലപോലെ ഉണ്ട്. സ്മോക്കി ആയിരുന്നല്ലോ എൻ്റെ ഉദ്ദേശം. ഭയങ്കര ജ്യൂസിയാണ്. ഇത്രയും നേരം കിടന്ന് സ്ലോലി വെന്തതല്ലേ. ഇതേണ്ടോ ബീഫാണേ. അതിൻ്റെ ഷോൾഡർ വാങ്ങിച്ചതാണ്. ഇത് സ്മോക്കിയാണ് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് ഞങ്ങൾക്ക് സ്മോക്കറൊന്നുമില്ല, പക്ഷെ സ്മോക്കർ ഇല്ലാതെ എങ്ങനെ സ്മോക്ക് ചെയ്തെടുക്കാമെന്ന് അറിയാൻ വേണ്ടി ഒരു ട്രയലാണിത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിക്കും. സ്മോക്കിംഗ് വുഡ് ചിപ്സ് ഇത് ഉപയോഗിച്ചാണ് സ്മോക്ക് ചെയ്യാൻ പോയത്. അതിനു വേണ്ടിയുള്ളതാണ്. വുഡ് ചിപ്സ് കണ്ടോ, ഇത് കണ്ടോ, ശരിക്കും തടിയുടെ ചിപ്സ് തന്നെയാണ്. ഇതിന് തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് മെസ്ക്വിറ്റ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഹിക്കറി ഉണ്ട്, മേപ്പിൾ ഉണ്ട്, ഒത്തിരി 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 ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഈ സിലിണ്ടർ പോലിരിക്കുന്ന സാധനം കണ്ടോ, ഇതിലേക്കാണ് വുഡ് ചിപ്സ് നിറയ്ക്കാൻ പോവുക. ഈ പാത്രത്തിൽ തന്നെ കുതിരാനിട്ട് വുഡ് ചിപ്സ് കുതിർത്തേച്ച് ഇതിൻ്റെ അകത്ത് വാരിയിടാനാണ് പോകുന്നത്. 30 മിനിറ്റ് ഇത് കുതിരണം. ആ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബീഫ്, അത് ഉപ്പും കുരുമുളക് പൊടി മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളേ. അത് മാത്രം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാം. കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി ഈ സൈഡും കൂടെ തേക്കാം. അപ്പോൾ അങ്ങനെ 30 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് പുറത്ത് കൊണ്ടുപോയി സ്മോക്ക് ചെയ്തെടുക്കാമേ. ഇതുണ്ടോ, ഇതിലേക്ക് ഇത് ഇടാൻ പോകാം. 30 മിനിറ്റ് ഇട്ടതാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം കുതിർക്കാനിട്ടാൽ ഇച്ചിരി കുതിരും. നനഞ്ഞ വിറക് പുകയത്തില്ല നാട്ടിലാണ്. അത് തന്നെ ഐഡിയ. ഈ നനഞ്ഞ വുഡ് ചിപ്സ് കൊണ്ടുവച്ച് കത്തിക്കുമ്പോൾ അത് പുകഞ്ഞ് നമ്മളുടെ ബീഫ് അല്ല മീറ്റ് പുകഞ്ഞ് കിട്ടും. ഓക്കെ, നിറച്ചു. ഇനി ഇത് കൊണ്ട് വയ്ക്കാം, വെളിയിൽ കൊണ്ട് വയ്ക്കാം. ഇതുണ്ടോ, ഞങ്ങളുടെ ബാർബിക്യൂ മെഷീനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടെമ്പറേച്ചർ എപ്പോഴും 225 ഫാരൻഹൈറ്റിൽ വെക്കണം. ഈ കുറച്ച് വെക്കാവുള്ളേ. അപ്പോൾ സ്മോക്കർ ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ ബാർബിക്യൂവിൽ ഉണ്ടാക്കാവുന്നതാണ് പ്രശ്നം. ഇതാണ് വുഡ് ചിപ്സ് വെച്ച് സിലിണ്ടർ. ഇത് ഒരു ബേണറെ കത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് വെക്കുക. നമ്മൾ നനഞ്ഞ വിറക് പുകയ്ക്കുന്ന പോലെ. എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്ത് മാറ്റിയിട്ടാണ് ഈ മീറ്റ് വെക്കുന്നത്. തീയിൽ വെക്കത്തില്ല കേട്ടോ. ഇതിൻ്റെ അടുത്തോട്ടാണ് വെക്കുന്നത്. ഇത് ഈ ബേണർ കത്തിക്കത്തില്ല. കാണിച്ച സ്മോക്കർ ബോക്സ് ഇല്ലേ, സിലിണ്ടർ പോലത്തെ, അതില്ലാത്തവരാണ് എന്താ ചെയ്യണമെന്നറിയാമോ, ഒരു ഫോയിൽ എടുത്തിട്ട് അതിലോട്ട് ഈ ചിപ്സ്, കുതിർത്ത ചിപ്സ് വാരിയിട്ടിട്ട് അത് പൊതിഞ്ഞ് അത് കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ടിട്ട് അവിടെ കൊണ്ട് വെച്ച് പൊക്കയ്ക്കാൻ പറ്റും. അതിങ്ങനെയാണ്. ഇത് കുറച്ച് ഇടുക ഞാൻ ഓയിലിൻ്റെ അകത്ത് ഇട്ടു. ഇതങ്ങ് പൊതിയാം, നല്ലതായിട്ട് പൊതിയാം. അപ്പോൾ ഇത് നമ്മൾ ഫോയിൽ ജസ്റ്റ് പൊതിയ വയ്ക്കും. അപ്പോൾ ഈ സ്മോക്കർ ബോക്സ് ഇല്ലാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഫോർക്ക് എടുത്തിട്ട് 5-6 കുത്തിടട്ടെ. ഇനി അതിവിടെ കൊണ്ട് വയ്ക്കാം. ഇത് ഞാൻ ഇങ്ങേ സൈഡ് വയ്ക്കാൻ പോകും. അവിടുന്ന് സ്മോക്ക് ഇവിടുന്ന് മതി, രണ്ടിടത്തുനിന്നും. പക്ഷേ നമ്മൾ മീറ്റിൻ്റെ അടിയിലത്തെ ബേണർ കത്തിക്കുകയേ ചെയ്യരുത്. ഈ സ്മോക്ക് ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനെയും പുകയണം, ഇതും പുകഞ്ഞ് വേണം. ഓക്കെ, അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. രണ്ടും പുകയിട്ടാം. അപ്പോൾ പുകയുന്നുണ്ട്, നല്ല കാറ്റാണ് ഇവിടെ നിന്ന്. പുകയുന്ന കണ്ടോ, ഉണ്ടാക്കാം. നന്നായിട്ട് പുകയുന്നുണ്ട്. ഇങ്ങനെ ഇതാണ് നമുക്ക് വേണ്ടത്. കാറ്റ് കൊണ്ട് ഞാൻ അടച്ചത് എളുപ്പമാണ്. നന്നായിട്ട് പുകയുന്നുണ്ട്, പക്ഷെ കാറ്റ് കൊണ്ടുപോകില്ല. അയൽക്കാരൊക്കെ ഓർക്കൂടെ എന്താ ഇന്ന് പുകയ്ക്കുന്നതെന്ന്. ഞാൻ ഉച്ചയ്ക്ക് സ്മോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. കണ്ടോ, ഇത് ബീഫ് ജെർക്കി ആക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്ലാന്. ഇപ്പോൾ 8 മണി 8:30 ഇത് എടുക്കുന്നത്. അതുവരെ ചെറിയ 225 വെറുതെ ഇട്ട് ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇത് ട്രയലായിരുന്നു, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് 4 മണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടിയതാണ്. കണ്ടോ, ഞാൻ പൊളിച്ച് കാണിക്കാം. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇടിയിറച്ചി ഉണ്ടാക്കണം, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പിച്ചിക്കറി എടുക്കാൻ പറ്റുന്ന പോലെ ഉണ്ടോ.
ഇളക്കിയിടും. വെറുതെ ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പം ഞാൻ പഠിച്ചു എങ്ങനെ ബീഫ് ചെർക്കി ബാർബിക്യൂൽ ഉണ്ടാക്കാൻ, സ്മോക്കറില്ലാന്ന് പഠിച്ചു. ഇനിയും പുക അടുപ്പം ചിമ്മിനിയൊന്നും ഇല്ലാതെ എനിക്ക് സ്മോക്ക് ചെയ്തെടുക്കാൻ പറ്റും ബീഫ് മാത്രമല്ല പോർക്കും എല്ലാം ചെയ്യാൻ പറ്റുമേ. ഞാൻ ഇനി ഇത് ചെയ്യും, നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എളുപ്പം ചെയ്യാം. കുറച്ച് വുഡ് ചിപ്സ് വാങ്ങിച്ച് കുതിർത്ത്, ഫോയിലാണ് നല്ലത്. ഫോയിൽ ഞാൻ ആ സിലിണ്ടർ പോലത്തെ സാധനം കാണിച്ചെങ്കിലേ പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, എളുപ്പം കരിഞ്ഞു പോയിരുന്നു. സോ അതുകൊണ്ട് പിന്നെ ഞാൻ ഫോയിലിൽ പൊതിഞ്ഞിട്ട് കൊണ്ട് വെക്കുമായിരുന്നു. നന്നായിട്ട് സ്മോക്ക് ചെയ്തു. കാറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. കാറ്റടിച്ച് കുറേ പോയി, പക്ഷേ സ്റ്റിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ മണിക്കൂർ വേണ്ടി വരത്തില്ലായിരുന്നു. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ നോക്കാം. ഓക്കെ, വെഞ്ച് കൊടുക്കണം. ബീഫ് ഇത് കൊടുക്കാം. അപ്പം